പണ്ടൊക്കെ ഓണത്തിന് പൂവിടുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു എന്ത് ഓണം ഇപ്പോഴൊക്കെ, ഞങ്ങളുടെ കുട്ടിക്കാലത്തായിരുന്നു ഓണം എന്ന്. അന്ന് അമ്മയുടെ ചെറുപ്പത്തിലുള്ള പല പൂക്കളും നമ്മുടെ ചെറുപ്പകാലമായപ്പോഴത്തേക്കും കാണാതായി തുടങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ നമ്മളും പൂവൊന്നും വാങ്ങിയിട്ടല്ല അന്ന് പൂക്കളിടുക. അന്ന് വീട്ടിലും നാട്ടിലും ഒക്കെ ഓടി നടന്ന് പൂ പറിച്ചിട്ടാണ് പൂക്കളിടുക. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു കുമ്പിള് കുത്തിത്തരും പൊടുന്നിടെ ഇലകൊണ്ട്. അതും കൊണ്ട് പൂ പറിക്കാൻ ഇറങ്ങുന്നതാണ് എൻ്റെ ഓർമ്മയിലെ ഓണം. അങ്ങനെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ നാടായ നാട് മുഴുവൻ നടന്ന് പെരിയങ്കാട, മുക്കുറ്റി, കൃഷ്ണകിരീടം, അതുപോലെ തന്നെ തുമ്പപ്പൂ, പിന്നെയും പേരറിയാത്ത കുറെ പൂക്കൾ ഇതൊക്കെ പറിച്ചുകൊണ്ട് വരുമായിരുന്നു. ഓണക്കാലായി കഴിഞ്ഞാൽ വീട്ടിലും ഒരുപാട് പൂക്കൾ ഉണ്ടാകും. മന്ദാരം, നന്ദ്യാർവട്ടം, ചെമ്പരത്തി തുടങ്ങിയിട്ട്. അതൊന്നും കൂടാതെ മത്തനും കുമ്പളവും ഒരുപാട് പൂത്തു നിൽക്കും. ചാണകം മെഴുകിയ തറയിൽ ഫസ്റ്റ് ഒരു മത്തൻ പൂവ് അല്ലെങ്കിൽ കുമ്പളത്തിന്റെ പൂവിന്റെ മുകളിൽ ഒരു ചെമ്പരത്തിയും വെച്ച് അതിന് നടുക്ക് മുക്കുറ്റിയും തുമ്പപ്പൂവും തുളസിയും വെച്ചിട്ടാണ് ഒരു പൂക്കളം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിന് ചുറ്റും പല കളറിലുള്ള നമ്മുടെ പൂക്കൾ വെച്ചിട്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു അന്ന് പൂക്കളിടുക. ഈ പൂക്കളുടെയും പ്രത്യേകിച്ച് പെരിയങ്കാടപ്പൂവിന്റെ അതുപോലെ തന്നെ ചാണകത്തിന്റെയും പിന്നെ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി കത്തിച്ച് വെച്ച ചന്ദനത്തിരിയുടെയും എല്ലാം കൂടെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു മണമാണ് കേട്ടോ ഓണത്തിനും അത്തപ്പൂക്കളത്തിനെടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുക. തറവാട്ടിലായിരുന്ന സമയത്ത് മാവിന്റെ ചോട്ടിൽ എനിക്കും ഏട്ടനും വേണ്ടി 2 കുഞ്ഞി തറകൾ അമ്മ കെട്ടി തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ബാക്കി വരുന്ന പൂക്കളൊക്കെ കൊണ്ട് ഞങ്ങൾ അതിനകത്ത് പൂവിട്ട് വെക്കും. ഇന്നിപ്പോൾ റിച്ചും താനും അതുപോലെ തന്നെ 2 പൂക്കളത്തിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഡിസൈനാണത്. അതിനകത്താണ് അവർ പൂവിടാറ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കുറെ രൂപമാറ്റങ്ങളും ഭാവമാറ്റങ്ങളും ഒക്കെ വന്നാലും നമ്മുടെയൊക്കെ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും അതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണ് അല്ലേ.